ഇതെന്ത് അത്ഭുതം. വാതിലടയ്ക്ക്. അതിന് പ്രത്യേകം പറയണോ നിന്നോട്? ദൈവം ഉണ്ടടാ. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ. എനിക്ക് മുൻപരിചയമൊന്നുമില്ല. നീ പറഞ്ഞാ ഞാൻ ട്രൈ ചെയ്യാം. അത് ഇപ്പോഴല്ല, വൈകുന്നേരം. അയ്യോ, വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. എനിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇന്ന് വേറെ വഴിയില്ല. വൈകിട്ട് ഏട്ടുണ്ടാവില്ലേ? അതെ, ഉണ്ടാവും. അദ്ദേഹമാണല്ലോ മെയിൻ. എന്ത് അങ്ങനെ മെയിനാ? അപ്പൊ ഞാനോ? നീയോ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. അയ്യയ്യേ, ഏട്ടന്റെ കൂടെ ഞാൻ. അത് ശരിയാവില്ല. അതെന്താ? അദ്ദേഹത്തിന്റെ കേക്ക് നീയാ കട്ട് ചെയ്യാൻ പോകുന്നത്? കേക്ക? ഏയ്, ഇന്ന് സാറിന് ബർത്ത്ഡേ. നിനക്കറിയില്ലേ? ബർത്ത്ഡേയാ? ഈവനിങ് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഹോട്ടലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാറിന് ഡൗട്ട് തോന്നാത്ത വിധത്തിൽ നീ അവിടെ കൂട്ടിക്കൊണ്ടുവരണം. പ്ലീസ്, സാർ അറിയരുത്. ഇത് പറയാൻ വേണ്ടിട്ടാണോ വാതില് ലോക്ക് ചെയ്യാൻ പറഞ്ഞത്? അല്ലാതെ പിന്നെ സർപ്രൈസ് അല്ലേ, ആരെങ്കിലും കേട്ടാലോ? ഏയ്, നീ എന്താ വിചാരിച്ചത്? എന്തൊക്കെയോ വിചാരിച്ചു. സർപ്രൈസ് അങ്ങേർക്കല്ലേ, എനിക്കാന്ന് വിചാരിച്ചു. എന്നാ പോയിക്കോ. സത്യമായിട്ടും പോയി ജോലി നോക്ക്. ദൈവമൊന്നുമില്ലടാ. എന്തിനാ ഈ ഭാഗത്തേക്ക് പോകുന്നു? ആ ഭാഗത്ത് ട്രാഫിക്കായി, ഷോർട്ട് കട്ടിൽ പോ. എന്താ സർപ്രൈസ് പാർട്ടി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? സർപ്രൈസ് അല്ലേ അത്? ആ നുണച്ചയായ പറഞ്ഞായിരിക്കും കാണിച്ചു കൊടുക്കാൻ ഞാൻ. 5 വർഷമായിട്ട് എൻ്റെ പിറന്നാളിന് അവർ സർപ്രൈസ് തരുന്നതായിട്ട് അവർ വിചാരിക്കും. ഞാനും എല്ലാ പ്രാവശ്യവും സർപ്രൈസ് ആവുന്ന പോലെ അഭിനയിക്കും. എന്തായിരിക്കും അവരുടെ സർപ്രൈസ്? നീ ഇപ്പൊ കാണാൻ പോവല്ലേ? ആ പ്രസാദ്, what a surprise. ഏയ് ശ്രീനു, നീ സർപ്രൈസ് ആയില്ലേ? അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാനും ഞെട്ടിയില്ലേ. ഹലോ, ഇതൊന്നുമല്ല, ഇനിയുണ്ട്. എന്താ സാർ അത്? ഗംഭീരം. ഏട്ടാ, 5 വർഷമായിട്ട് ബർത്ത്ഡേ ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? ഇത് ആരുടെ ഐഡിയ? എന്റെ തന്നെയാ. എനിക്ക് തോന്നി. എന്താ തോന്നിയത്? എടാ, മനുഷ്യനാണെങ്കിൽ ഒരു കലാവാസന ഉണ്ടാവണം. നീയാണ് എന്ത് ചെയ്തിനെ? ഇല്ല സാർ. സൈലൻസ്.